ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സിലബസ് കംപ്ലീഷൻ ചലഞ്ചിൽ LGSന് വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീഷൻ ചലഞ്ചിൽ നമ്മളിതിൽ നോക്കുന്നത് താപവും ഊഷ്മാവും ഓപ്ഷൻ, അതായത് 9ാമത്തെ മൊഡ്യൂൾ നമ്മളെ ഫിസിക്സിൻ്റെ ഭാഗത്ത് വരുന്ന താപവും ഊഷ്മാവും അതുപോലെ ചലനങ്ങളും ബലങ്ങളും ഈ ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഫിസിക്സിൽ പ്രവൃത്തി ഊർജ്ജവും കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നോക്കുന്നത് താപവും ഊഷ്മാവും അതുപോലെ ചലനങ്ങളും ബലങ്ങളും. അപ്പോൾ എന്താ താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നു കേട്ടോ. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് താപം എന്ന് പറയുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനം എന്താ എല്ലാവർക്കും അറിയായിരിക്കും, തെർമോഡൈനാമിക്സ് അല്ലേ. താപത്തെക്കുറിച്ചുള്ള പഠനം എന്താ തെർമോഡൈനാമിക്സ് ആണ്. ഒന്നാമത്തെ ചോദ്യം, താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരായിരുന്നു അത്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആട്ടോ. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ് താപം ഒരു ഊർജ്ജമാണെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ താപം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിന്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് താപം എന്ന് പറയുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനം എന്തായിരുന്നു? തെർമോഡൈനാമിക്സ് ആണ്. ഇനി താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ജെയിംസ് പ്രെസ്കോട്ട് ജൂള്. ഇനി താപനിലയാണ്. താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാ? തെർമോമീറ്റർ അല്ലെ. ഓപ്ഷൻ എ ആണ്, തെർമോമീറ്റർ ആണ്. താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഏതാ? തെർമോമീറ്റർ ആണ്. മൂന്നാമത്തെ ചോദ്യം, താപോർജ്ജത്തിന്റെ SI യൂണിറ്റ് എന്താണ്? താപോർജ്ജത്തിന്റെ SI യൂണിറ്റ് എന്താ? താപോർജ്ജത്തിന്റെ SI യൂണിറ്റ് ഓപ്ഷൻ ഡി ആണ്, ജൂൾ ആണ് അല്ലെ. താപം അളക്കുന്ന SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ? ജൂൾ ആണ്. ഇനി ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജൂളാണ്? എത്രയാ? ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.2 ജൂൾ ആട്ടോ. 4.2 ജൂളാണ് ഒരു കലോറി എന്ന് പറയുന്നത്. എന്താ കലോറി എന്ന് പറഞ്ഞാൽ എന്താ? 1 ഗ്രാം ജലത്തിന്റെ അളവ്. 1 ഗ്രാം ആണ്. 1 ഗ്രാം ജലത്തിന്റെ അളവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു കലോറി എന്ന് പറയുന്നത്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാ? 4.2 ജൂൾ അല്ലെങ്കിൽ 4.2 ജൂളാണ്. എന്താ കലോറി എന്ന് പറഞ്ഞു 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവാണ്. 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവിനെ പറയുന്ന പേരാണ് എന്ത്? ഒരു കലോറി എന്ന്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാ? അത് 4.2 ജൂളാണ്. ഇനി 5ാമത്തെ ചോദ്യം, ശരീര താപനില അളക്കാനുള്ള ഉപകരണം ഏതാണ്? ശരീര താപനില അളക്കാനുള്ള ഉപകരണം എന്താണ്? എന്താ? ഓപ്ഷൻ ബി ആണ്, ക്ലിനിക്കൽ തെർമോമീറ്റർ കേട്ടോ. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ശരീര താപനില അളക്കാനുള്ള ഉപകരണം ചോദിച്ചാൽ എന്താ? ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. 6ാമത്തെ ചോദ്യം, വളരെ താഴ്ന്ന നിലയിലുള്ള ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? വളരെ താഴ്ന്ന നിലയിലുള്ള ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്രയോജനിക്സ് ആണ് അല്ലെ. ക്രയോജനിക്സ്. ഓപ്ഷൻ ഡി ആണ്, ക്രയോജനിക്സ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ക്രയോജനിക്സ്. എന്താ ഊഷ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താപനില എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന ഒരു ആനുപാതിക സംഖ്യയാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ താപനില അല്ലെങ്കിൽ ഊഷ്മാവ് എന്ന് പറയുന്നത്. അത് ഓർത്ത് നോക്കണേ. ഒരു വസ്തുവിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവ് ചോദിച്ചാൽ ഏത് തന്നെയാ? താപനിലയാണ്. ഇനി 7ാമത്തെ ചോദ്യം, താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, തെർമോഡൈനാമിക്സ് അല്ലെ. തെർമോഡൈനാമിക്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തെർമോഡൈനാമിക്സ് എന്താ? താപത്തെക്കുറിച്ചുള്ള പഠനം ചോദിച്ചാലും അതിന്റെ രാസപ്രക്രിയ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ ഏത് തന്നെയാ? തെർമോഡൈനാമിക്സ് ആണ്. 8ാമത്തെ ചോദ്യം, ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്ലിനിക്കൽ തെർമോമീറ്റർ? ശരീര താപനില അളക്കുന്ന ഉപകരണമാണ് ഇത് ക്ലിനിക്കൽ തെർമോമീറ്റർ അല്ലെ. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? അത് ഓപ്ഷൻ ഡി ആണ്, തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. ഓപ്ഷൻ ഡി ആണ്, തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് ക്ലിനിക്കൽ തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. 9ാമത്തെ ചോദ്യം, ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ചോദിച്ചാൽ ഏതാ?
ഫാരൻഹീറ്റ് ആണ് അല്ലേ? ഫാരൻഹീറ്റ് സ്കെയിലാണ്. ഓപ്ഷൻ എ ആണ് ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന തോത് ചോദിച്ചാൽ അല്ലെങ്കിൽ സ്കെയിൽ ചോദിച്ചാൽ ഏതാ? ഫാരൻഹീറ്റ് സ്കെയിലാണ്. ഇനി 10ാമത്തെ ചോദ്യം, തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന താപനില ഏതാണ്? തന്മാത്രകളുടെ ഗതികോർജം 0 ആയിട്ട് മാറുന്ന താപനില ഏതാ? ഓപ്ഷൻ ഡി ആണ് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. തന്മാത്രകളുടെ ഗതികോർജം 0 ആയിട്ട് മാറുന്ന താപനില ചോദിച്ചാൽ ഏതാ? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ടും നിലക്കുന്ന ഊഷ്മാവ് ഏതാണ്? ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ടും നിലക്കുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞിട്ട്. ഓപ്ഷൻ ഡി ആണ് അബ്സല്യൂട്ട് സീറോ ആണ്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ട് നിലക്കുന്ന ഊഷ്മാവ് ഏതാന്ന് വെച്ചാൽ ഏതാ? അബ്സല്യൂട്ട് സീറോ ആണ്. 12ാമത്തെ ചോദ്യം, സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയെ പറയുന്നത് എന്താ പറയാറ്? സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയെ പറയുന്ന പേരാണെന്ത്? ദ്രവണാങ്കം അല്ലെ? ഓപ്ഷൻ സി ദ്രവണാങ്കം എന്നാണ് പറയുന്നത്. 13ാമത്തെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഐസിന്റെ ദ്രവണാങ്കം എത്രയാണ്? ഐസിന്റെ ദ്രവണാങ്കം എത്രയാണ്? ഐസിന്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ സി ആണ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസിന്റെ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ്. എന്താ ദ്രവണാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മർദ്ദത്തിൽ ഒരു വസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയെ പറയുന്ന പേരാണെന്ത്? ദ്രവണാങ്കം. അങ്ങനെയാണെങ്കിൽ ഐസിന്റെ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 14ാമത്തെ ചോദ്യം, സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയെ പറയുന്നത് എന്താണ്? ഒരു സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയെ പറയുന്ന പേരാണ് ഖരാങ്കം. ഓപ്ഷൻ എ ആണ് ഖരാങ്കം. ഖരമായിട്ട് മാറുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പറയും? ഖരാങ്കം. 15ാമത്തെ ചോദ്യം, ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റം എന്താണ്? ഒരു വസ്തു താപം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റം എന്താണ്? എന്താ? അവസ്ഥാ പരിവർത്തനം അല്ലെ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. അവസ്ഥാ പരിവർത്തനമാണ്. എന്താ അവസ്ഥാ പരിവർത്തനം? ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഒരു ഭൗതിക മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ചോദ്യം, ഉയർന്ന താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉയർന്ന താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഏതാ? പൈറോമീറ്റർ ആണ് അല്ലെ? ഓപ്ഷൻ ബി പൈറോമീറ്റർ. ഉയർന്ന താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? പൈറോമീറ്റർ. 17, താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ക്രയോമീറ്റർ ആട്ടോ. ഓപ്ഷൻ ഡി ക്രയോമീറ്റർ. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ക്രയോമീറ്റർ. പൈറോമീറ്റർ എന്തിനുള്ള? ഉയർന്നത്. താഴ്ന്നതാണെങ്കിൽ ക്രയോമീറ്റർ. 18ാമത്തെ ചോദ്യം, വസ്തുവിന്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവ് ഏതാണ്? ഒരു വസ്തുവിന്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവ് ഏതാ? ഊഷ്മാവാണല്ലേ? ഓപ്ഷൻ ഡി ആണ് ഊഷ്മാവാണ്. ഓപ്ഷൻ ഡി ഊഷ്മാവ്. ഒരു വസ്തുവിന്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഇത്? ഊഷ്മാവ്. 19ാമത്തെ ചോദ്യം, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവിനെ പറയുന്നത് എന്താ? ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവിനെ പറയുന്ന പേരാണെന്ത്? ഊഷ്മാവ് അല്ലേ? ഓപ്ഷൻ എ ആണ് ഊഷ്മാവ്. എന്താ ഊഷ്മാവ്? ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവിനെ പറയുന്നതാണ് എന്ത്? ഊഷ്മാവ്. 20ാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപത്തെ പറയുന്നത് എന്താ? ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപത്തെ പറയുന്ന പേരാണ് താപധാരിത എന്നാട്ടോ. ഓപ്ഷൻ ഡി ആണ് താപധാരിത. എന്താ താപധാരിത? ഒരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താപനില എന്ത് ചെയ്യുക? 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ളൊരു താപം. ആ താപത്തെ പറയുന്ന പേരാണെന്ത്? താപധാരിത. 21ാമത്തെ ചോദ്യം, സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് -40 ആട്ടോ. -40 ആണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേപോലെ കാണിക്കുന്ന മൂല്യമാണ് ഏത്? ഊഷ്മാവാണ് ഏത്? -40 എന്ന കാര്യം ഓർത്തു നോക്കുക. 22, ഇനി ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും
ഫാരനീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ചോദിച്ചാൽ അതേതാ? ഓപ്ഷൻ ഡി ആണ് 574 കേട്ടോ. 574 ഫാരനീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ചോദിച്ചാൽ എത്രയാ? 574. ഇനി ഫാരനീറ്റ് സ്കെയിലും ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലോ അത് -40. ഇനി 23ാമത്തെ ചോദ്യം, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതി ഏതാ? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതി ഏതാ? ഓപ്ഷൻ സി ആണ് സംവഹനമാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം സ്വീകരിക്കുന്ന രീതി ചോദിച്ചാൽ ഏതാ? സംവഹനമാണ്. ഇനി കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം എന്താ? കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം എന്താ? സംവഹനമാണ്. ഓപ്ഷൻ സി ആണ് സംവഹനമാണ്. 25 സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയ ഏതാണ്? സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയ ഏതാ? ഓപ്ഷൻ സി ആണ് വികിരണമാണ്. വികിരണമാണ്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയ ഏതാ? വികിരണമാണ്. 26 കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് എങ്ങനെയാണ്? കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് എങ്ങനെയാ? ഓപ്ഷൻ എ ആണ് വികിരണം മൂലമാട്ടോ. വികിരണം കാരണമാണ് എന്ത് ചെയ്യുന്നത്? കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത്. 27 തന്മാത്രകളുടെ ചലനം മൂലം ഉണ്ടാകുന്ന താപപ്രസരണം ഏതാണ്? തന്മാത്രകളുടെ ചലനം കാരണം ഉണ്ടാകുന്ന താപപ്രസരണം ഏതാ? ഓപ്ഷൻ എ ആണ് സംവഹനമാട്ടോ. സംവഹനമാണ്. 28 ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ എങ്ങനെയാണ്? ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ എങ്ങനെയാ? ഓപ്ഷൻ ബി ആണ് ചാലനം വഴി കേട്ടോ. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതി ചോദിച്ചാൽ എങ്ങനെയാ? ചാലനം വഴിയാണ്. 29 ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി എങ്ങനെയാണ്? ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി എങ്ങനെയാ? വികിരണമാണ്. ഓപ്ഷൻ സി ആണ് വികിരണമാണ്. 30ാമത്തെ ചോദ്യം, തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? ഗലീലിയോ അല്ലെ. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? ഗലീലിയോ. അങ്ങനെയാണെങ്കിൽ മെർക്കുറിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? മെർക്കുറിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? അത് ഫാരൻഹീറ്റ് അല്ലെ. ഫാരൻഹീറ്റ്. ഓപ്ഷൻ എ ആണ് ഫാരൻഹീറ്റ്. അപ്പോൾ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചാൽ ഗലീലിയോ ആണ്. മെർക്കുറി തെർമോമീറ്റർ ആണെങ്കിൽ അത് ഫാരൻഹീറ്റ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ ആരായിരുന്നു? നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആരാ? സർ തോമസ് ആൽബർട്ട് അല്ലെ. തോമസ് ആൽബർട്ട് ആണ്. അപ്പം നമ്മൾ 3 പഠിച്ച തെർമോമീറ്റർ ആരാ? ഗലീലിയോ. മെർക്കുറി തെർമോമീറ്റർ ആണെങ്കിൽ ഫാരൻഹീറ്റ്. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണെങ്കിൽ സർ തോമസ് ആൽബർട്ട്. 32ാമത്തെ ചോദ്യം, സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായിട്ട് തീരുന്ന നിശ്ചിത താപനിലയെ പറയുന്നത് എന്താ? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായിട്ട് തീരുന്ന നിശ്ചിത താപനിലയെ പറയുന്നത് എന്താ? എന്താ? തിളനിലയാണ്. ഓപ്ഷൻ സി ആണ് തിളനില. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായിട്ട് തീരുന്ന നിശ്ചിത താപനിലയെ പറയുന്ന പേരാണെന്ത്? തിളനില. 33 വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന പ്രതിഭാസം ഏതാണ്? വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണെന്ത്? ഓപ്ഷൻ ഡി ആണ് അതിദ്രവത്വമാണ്. ഓപ്ഷൻ ഡി ആണ് അതിദ്രവത്വമാണ്. 34ാമത്തെ ചോദ്യം, താപനില താഴ്ത്തി ഒരു നിശ്ചിത താപനിലയിലെത്തുമ്പോൾ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ്? താപനില താഴ്ത്തിയിട്ട് ഒരു നിശ്ചിത താപനിലയിലെത്തുമ്പോൾ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസത്തെ പറയുന്നത് എന്താ? അതിചാലകതയാണ്. ഓപ്ഷൻ ഡി ആണ് അതിചാലകത എന്നാണ്. 35 ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 36 അതിചാലകത കണ്ടെത്തിയ വ്യക്തി ആരാണ്? അതിചാലകത കണ്ടെത്തിയ വ്യക്തി ആരാണ്? ആരാ? കമർലിംഗ് ഓൺസ് ആണ്. ഓപ്ഷൻ ബി ആണ് കമർലിംഗ് ഓൺസ് ആണ്. അതിചാലകത കണ്ടെത്തിയത് ആരാ? കമർലിംഗ് ഓൺസ്. എന്താ അതിചാലകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപനില താഴ്ത്തിയിട്ട് ഒരു നിശ്ചിത താപനില എത്തുന്ന സമയത്ത് ചില പദാർത്ഥങ്ങളിൽ അവയുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? അതിചാലകത. അത് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? കമർലിംഗ് ഓൺസ്. 37 മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ഏതാണ്? മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതമാണ് ഏത്? ശീതമിശ്രിതമാണ്. ഓപ്ഷൻ സി ആണ് ശീതമിശ്രിതം. മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതമാണ് ഏത്? ശീതമിശ്രിതം. 38 മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസം ഏതാണ്? മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന
പ്രതിഭാസം ഏതാ? ഓപ്ഷൻ എ ആണ് പുനർഹിമായനം അല്ലെ. പുനർഹിമായനം, മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് ഇത്, പുനർഹിമായനം. 39ാമത്തെ ചോദ്യം, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാകുന്ന ഊഷ്മാവ് ഏതാ? ഒരു വസ്തുവിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാകുന്ന ഊഷ്മാവ് ഏതാ? ഓപ്ഷൻ എ ആണ് കേവല പൂജ്യമാണ് കേട്ടോ. കേവല പൂജ്യമാണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ എല്ലാ ചലനങ്ങളും ഇല്ലാതാകുന്ന ഊഷ്മാവാണ് ഇത്, കേവല പൂജ്യം. 40ാമത്തെ ചോദ്യം, കേവല പൂജ്യം എത്തിച്ചേരാൻ കഴിയുന്ന ഊഷ്മാവ് ഏതാണ്? കേവല പൂജ്യം എത്തിച്ചേരാൻ കഴിയുന്ന ഊഷ്മാവ് ഏതാ? ഓപ്ഷൻ സി ആണ് -273 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. -273 ഡിഗ്രി സെൽഷ്യസ് ആണ് കേവല പൂജ്യം എത്തിച്ചേരാൻ കഴിയുന്ന ഊഷ്മാവാണ് ഇത്, -273 ഡിഗ്രി സെൽഷ്യസ്. 41, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏതാണ്? ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏതാ? ഓപ്ഷൻ എ ആണ് 4 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ചോദിച്ചാൽ ഏതാ? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില ഏതാ? മെർക്കുറി അതിചാലകത കാണിക്കുന്ന താപനില ഏതാ? ഏതാ? ഓപ്ഷൻ എ ആണ് 4.2 കെൽവിൻ ആണ്. ഓപ്ഷൻ എ ആണ് 4.2 കെൽവിന്. 43, ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന ഊഷ്മാവ് ഏതാണ്? ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന ഊഷ്മാവ് ഏതാ? 4 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന ഊഷ്മാവാണ് ഇത്, 4 ഡിഗ്രി സെൽഷ്യസ്. 44, മെർക്കുറി ഖരമായിട്ട് മാറുന്ന ഊഷ്മാവ് ഏതാണ്? മെർക്കുറി ഖരമായിട്ട് മാറുന്ന ഊഷ്മാവ് ഏതാ? ഓപ്ഷൻ സി ആണ് -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. -39 ഡിഗ്രി സെൽഷ്യസ്. മെർക്കുറി ഖരമായിട്ട് മാറുന്ന ഊഷ്മാവാണ് ഇത്, -39 ഡിഗ്രി സെൽഷ്യസ്. 45, ജലം ഐസാകുന്ന താപനില ഏതാണ്? ജലം ഐസാകുന്ന താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. 0 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസാകുന്ന താപനില ചോദിച്ചാൽ ഏതാ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി മനുഷ്യന്റെ ശരീര ഊഷ്മാവ് എത്രയാണ്? മനുഷ്യന്റെ ശരീര ഊഷ്മാവ് എത്രയാ? 36.9 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. 36.9 ഡിഗ്രി സെൽഷ്യസ് മനുഷ്യന്റെ ശരീര ഊഷ്മാവ്. നോർമൽ ഊഷ്മാവ് എത്രയാന്ന് വെച്ചാൽ 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. 47, ജലം തിളക്കുന്ന താപനില ഏതാ? ജലം തിളക്കുന്ന താപനില ഏതാ? ജലം തിളക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലം തിളക്കുന്ന താപനില. 48, പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന താപനില ഏതാണ്? നോർമലി ജലം തിളക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന താപനില എത്രയാ? അത് 120 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. 120 ഡിഗ്രി സെൽഷ്യസ്. 49, അമോണിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന താപനില ഏതാണ്? അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന താപനില ഏതാ? അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന താപനില ഓപ്ഷൻ ഡി ആണ് 500 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. ഓപ്ഷൻ ഡി 500 ഡിഗ്രി സെൽഷ്യസ്. അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന താപനിലയാണ് ഇത്, 500 ഡിഗ്രി സെൽഷ്യസ്. 50ാമത്തെ ചോദ്യം, സൂര്യന്റെ ഉപരിതല താപനില എത്രയാണ്? സൂര്യന്റെ ഉപരിതല താപനില എത്രയാ? 5500 അല്ലെ. 5500 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ സൂര്യന്റെ ഉപരിതലത്തിലെ താപനില എത്രയാ? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 51ാമത്തെ ചോദ്യം, സ്വർണത്തിന്റെ ദ്രവണാങ്കം എത്രയാണ്? സ്വർണത്തിന്റെ ദ്രവണാങ്കം എത്രയാ? 1064 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. ഓപ്ഷൻ സി ആണ് 1064 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1064 ഡിഗ്രി സെൽഷ്യസ് ആണ്. 52ാമത്തെ ചോദ്യം, ടങ്സ്റ്റന്റെ ദ്രവണാങ്കം എത്രയാണ്? ടങ്സ്റ്റന്റെ ദ്രവണാങ്കം എത്രയാ? ടങ്സ്റ്റന്റെ 3410 ഡിഗ്രി സെൽഷ്യസ്. ടങ്സ്റ്റന്റെ എത്രയാ? 3410 ഡിഗ്രി സെൽഷ്യസ്. 53, ആൽക്കഹോളിന്റെ ദ്രവണാങ്കം എത്രയാ? ആൽക്കഹോളിന്റെ ദ്രവണാങ്കം എത്രയാ? -115 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ഡി ആണ് -115 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 3 പഠിച്ചു നോക്കുക. പിന്നെ സ്വർണത്തിന്റെ ദ്രവണാങ്കം എത്രയാ പറഞ്ഞത്? സ്വർണത്തിൻ്റെത് 1064. സ്വർണം 1064.
ടങ്സ്റ്റൺ ആണെങ്കിലോ 3410. ആൽക്കഹോള് 115 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൽക്കഹോളിന്റെ ദ്രവണാങ്കം. 54-ാമത്തെ ചോദ്യം, വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാ? ജലമാണ്. ഓപ്ഷൻ സി ആണ്, ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ചോദിച്ചാൽ പദാർത്ഥമാണേത്? ജലമാണ്. അങ്ങനെയാണെങ്കിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ ആണ്. പദാർത്ഥം ചോദിച്ചാൽ ജലമാണ്, മൂലകം ചോദിച്ചാൽ ഏതാ? ഹൈഡ്രജൻ ആണ്. 56, 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവിനെ പറയുന്നത് എന്താണ്? 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥം, അതിന്റെ താപനില നമുക്ക് എന്ത് ചെയ്യണം? 1 കെൽവിന് വർദ്ധിപ്പിക്കണം. അപ്പോൾ അതിന് കൊടുക്കേണ്ട അളവ്, അതിന് ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവിനെ പറയുന്നത് എന്താ? അതാണ് വിശിഷ്ട താപധാരിത. ഓപ്ഷൻ സി ആണ്, വിശിഷ്ട താപധാരിത. അപ്പോൾ എന്താ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവിനെ പറയുന്നതാണ് എന്ത്? വിശിഷ്ട താപധാരിത. ഏറ്റവും വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ചോദിച്ചാൽ ജലമാണ്, ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ അത് ഹൈഡ്രജനുമാണ്. 57, വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്താണ്? വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്താ? ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആട്ടോ. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. 58, വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏതാണ്? വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം ഓപ്ഷൻ ബി ആണ്, സ്വർണ്ണമാട്ടോ. വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം സ്വർണ്ണമാണ്. 59, ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസത്തെ പറയുന്നത് എന്താണ്? ചൂടാക്കുന്ന സമയത്ത് വസ്തുക്കൾ എന്ത് ചെയ്യും? വികസിക്കാറുണ്ട് അല്ലെ? അതിനെ പറയുന്ന, ആ പ്രതിഭാസത്തെ പറയുന്ന പേരാണെന്ത്? താപീയ വികാസമാണ്. ഓപ്ഷൻ സി, താപീയ വികാസം. 60-ാമത്തെ ചോദ്യം, ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് എന്താണ്? ചൂടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് ഏതാ? വാതകങ്ങളായിരിക്കും. ഓപ്ഷൻ ബി ആണ്, വാതകങ്ങളാണ്. 61, ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്ന ഏതിനാണ്? ചൂടാകുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഏതിനാ? ഖരപദാർത്ഥങ്ങൾക്കാണ് അല്ലെ? ഖരപദാർത്ഥങ്ങൾക്കാണ്. ഓപ്ഷൻ എ ആണ്, ഖരപദാർത്ഥങ്ങൾക്കാണ്. 62-ാമത്തെ ചോദ്യം, 1 കിലോഗ്രാം ഖരവസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായിട്ടും ദ്രാവകമായിട്ട് മാറാൻ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവിനെ പറയുന്നത് എന്താണ്? 1 കിലോഗ്രാം ഖരവസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ വെച്ചിട്ട് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായിട്ടും ദ്രാവകമായിട്ട് മാറാൻ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവിനെ പറയുന്നത് എന്താ? ദ്രവീകരണ ലീനതാപമാണ്. ഓപ്ഷൻ സി ആണ്, ദ്രവീകരണ ലീനതാപം. എന്താ പറയാ? ദ്രവീകരണ ലീനതാപം. 63-ാമത്തെ ചോദ്യം, ദ്രവീകരണ ലീനതാപത്തിന്റെ യൂണിറ്റ് എന്താണ്? ദ്രവീകരണ ലീനതാപത്തിന്റെ യൂണിറ്റ് എന്താ? ജൂൾ പെർ കിലോഗ്രാം ആണ് അല്ലെ? ജൂൾ പെർ കിലോഗ്രാം ആണ്. ഓപ്ഷൻ ഡി ആണ്, ജൂൾ പെർ കിലോഗ്രാം. 64, ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുകളിൽ നിന്നും താപം സ്വീകരിച്ചിട്ട് വാതകാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന പ്രവർത്തനത്തെ പറയുന്നത് എന്താണ്? ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുമുള്ള താപം സ്വീകരിച്ചിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രവർത്തനത്തെ പറയുന്നത് എന്താ? ബാഷ്പീകരണമാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്, ബാഷ്പീകരണം. 65, റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്താണ്? റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്താ? ബാഷ്പീകരണമാണ്. ഓപ്ഷൻ ബി, ബാഷ്പീകരണമാണ്. 66, നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ അല്ലെ? ഓപ്ഷൻ ഡി ആണ്, കെൽവിൻ സ്കെയിൽ. 67, സാധാരണയായിട്ട് താപനില അളക്കുന്ന യൂണിറ്റ് ഏതാണ്? സാധാരണയായിട്ട് താപനില അളക്കുന്ന യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ബി, ഡിഗ്രി സെൽഷ്യസ്. സാധാരണയായിട്ട് താപനില അളക്കുന്ന യൂണിറ്റ് ആണ് ഇത്, ഡിഗ്രി സെൽഷ്യസ്. 68, താപനിലയുടെ SI യൂണിറ്റ് എന്താ? താപനിലയുടെ SI യൂണിറ്റ് എന്താ? കെൽവിൻ ആണ് അല്ലെ? ഓപ്ഷൻ ബി, കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് എന്ത്? കെൽവിന്. 69, തെർമോമീറ്ററിൽ ദ്രാവകമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? തെർമോമീറ്ററിൽ ദ്രാവകമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? എന്താ? മെർക്കുറി അല്ലെ? ഓപ്ഷൻ എ, മെർക്കുറിയാണ്.
നമ്മൾ ഈ താപീയ വികാസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചൂടാക്കുന്ന സമയത്ത് വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് ഏത്? താപീയ വികാസം എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ്, ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖരപദാർത്ഥമെന്നൊക്കെ. അതിൻ്റെ നമ്മൾ ജീവിതത്തിൽ ഈ താപീയ വികാസം പരിഗണിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളിൽ അത് PSC ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതായത് കാളവണ്ടിയുടെ ചക്രത്തിന്റെ ഇരുമ്പ് വട്ട അടിച്ചിരിക്കുന്നത് എന്തിനു ഉദാഹരണമെന്ന് ചോദിക്കാറുണ്ട്. അതെന്തിനു ഉദാഹരണ? താപീയ വികാസത്തിന് ഉദാഹരണമാണ്. അതുപോലെ റെയിൽപാളങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത് എന്തിനു ഉദാഹരണ? അത് താപീയ വികാസത്തിന് ഉദാഹരണമാണ്. അതുപോലെ കോൺക്രീറ്റ് പാലങ്ങൾക്ക് വിടവിട്ടിരിക്കുന്നത്, പിന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ വിടവിടുന്നത്, ഇതൊക്കെ എന്തിനു ഉദാഹരണങ്ങളാണ്? നമ്മുടെ താപീയ വികാസത്തിന് ഉദാഹരണങ്ങളാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഉദാഹരണം തന്നിട്ട് ഇതെന്തിന് ഉദാഹരണമാണ് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തന്നെയാണ്. ഇനി അടുത്തത്, ദാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ വരുന്നത് ഏതിലാണ്? ദാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിലായിട്ട് വരുന്നത് ഏതിലാണ്? ഓപ്ഷൻ A ആണ്, ഒന്നാം വർഗ ഉത്തോലകത്തിലാട്ടോ. ഒന്നാം വർഗ ഉത്തോലകത്തിലാണ് ദാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിലായിട്ട് വരുന്നത്. 71ാമത്തെ ചോദ്യം, രോധം ദാരത്തിനും യജ്ഞത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകം ഏതാണ്? രോധം ദാരത്തിനും യജ്ഞത്തിനും ഇടയിലായിട്ട് വരുന്ന ഉത്തോലകം ഏതാണ്? ഓപ്ഷൻ B ആണ്, രണ്ടാം വർഗ ഉത്തോലകമാണ്. രോധം ദാരത്തിനും യജ്ഞത്തിനും ഇടയിലായിട്ട് വരുന്ന ഉത്തോലകമാണ് ഇത്, രണ്ടാം വർഗ ഉത്തോലകം. 72, യജ്ഞം രോധത്തിനും ദാരത്തിനും ഇടയിൽ വരുന്നത് ഏതിലാണ്? യജ്ഞം രോധത്തിനും ദാരത്തിനും ഇടയിലായിട്ട് വരുന്നത് ഏതിലാണ്? മൂന്നാം വർഗ ഉത്തോലകത്തിലാണ്. 73ാമത്തെ ചോദ്യം, ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ആർക്കിമിഡീസ് ആണ്. ഓപ്ഷൻ D, ആർക്കിമിഡീസ് ആണ്. 74, ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം എന്തായിരിക്കും? ഉത്തോലകത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് നമ്മുടെ യത്നം എന്ന് പറയുന്നത്, അല്ലെ? ഓപ്ഷൻ D, യത്നമാണ്. 75, ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നതിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കപ്പി, പ്ലേയേഴ്സ്, ത്രാസ്. കപ്പി, പ്ലേയേഴ്സ്, ത്രാസ്. കപ്പി, പ്ലേയേഴ്സ്, ത്രാസ് എന്തിനാ? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ്. 76, രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതാണ്? തന്നിരിക്കുന്നതിൽ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് വീൽ ചെയർ, നാരങ്ങ ഞെക്കി, പാക്കുവെട്ടി. ഓപ്ഷൻ C ആണ്, വീൽ ചെയർ, നാരങ്ങ ഞെക്കി, പാക്കുവെട്ടി. 77ാമത്തെ ചോദ്യം, ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻ C ആണ്, നെയിൽ പുള്ളർ, സീസോ, കത്രിക. ഇതൊക്കെ എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. 78ാമത്തെ ചോദ്യം, മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതാണ്? തന്നിരിക്കുന്നതിൽ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാ? ഓപ്ഷൻ B ആണ്, അല്ലെ? ഐസ്, ചവച്ചു എന്ന് ഓർത്ത് നോക്കുക. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഐസ്, ചവച്ചു എന്ന് ഓർത്ത് നോക്കുക. അപ്പൊ എന്ത് കിട്ടും? ഐസ്റ്റോങ്, ചവണ, ചൂണ്ട, അങ്ങനെ ഓർത്ത് കിട്ടുമല്ലോ നമുക്ക്. ഐസ്, ചവച്ചു, ഐസ്റ്റോങ്, ചവണ, ചൂണ്ട. ഇനി 79ാമത്തെ ചോദ്യം, രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നതിൽ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ A ആണല്ലേ, പാക്കുവെട്ടി, ബോട്ടിൽ ഓപ്പണർ, വീൽ ബാരോ. 80ാമത്തെ ചോദ്യം, ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം ഏതാണ്? ഉത്തോലകം ഉപയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തുന്ന ബലം ഏതാ? ഓപ്ഷൻ C ആണ്, രോധമാണ്, അല്ലെ? രോധമാണ്. 81, ആവേഗത്തിന്റെ യൂണിറ്റ് എന്താ? ആവേഗത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഓപ്ഷൻ C, ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ആവേഗത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ സെക്കൻഡ് ആണ്. 82, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ C ആണ്, ഐസക് ന്യൂട്ടൺ, അല്ലെ? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഐസക് ന്യൂട്ടൺ ആണ്. 83ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് സർ പദവി ലഭിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണ്? ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് സർ പദവി ലഭിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ D ആണ്, ഐസക് ന്യൂട്ടൺ ആണ്. ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് സർ പദവി ലഭിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ആര്? ഐസക് ന്യൂട്ടൺ. 84, ഏതൊരു വസ്തുവിനും അതിന്റെ ഭാരം മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടതുപോലെ വർത്തിക്കുന്ന ഒരു ബിന്ദുവാണ് ആ വസ്തുവിന്റെ ഡാഷ് എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവിനും അതിന്റെ ഭാരം മുഴുവനും കേന്ദ്രീകരിക്കപ്പെട്ടതുപോലെ വർത്തിക്കുന്ന ഒരു ബിന്ദുവാണ് ആ വസ്തുവിന്റെ എന്തെന്ന് പറയുന്നത്? ഭൂഗുരുത്വ കേന്ദ്രം എന്ന് പറയുന്നത്. ഓപ്ഷൻ B ആണ്, ഗുരുത്വ കേന്ദ്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂഗുരുത്വ കേന്ദ്രം എന്ന് പറയുന്നത്. 85, വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗതയിലായിരിക്കുമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി ആരാ? വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗതയിലായിരിക്കും എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്
പറഞ്ഞത് ആരായിരുന്നു? ഗലീലിയോ ആണ്. ഓപ്ഷൻ ബി ആണ്, ഗലീലിയോയാണ്. ഇനി 86ാമത്തെ ചോദ്യം, ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? എത്രയാ? ഓപ്ഷൻ എ ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ എ ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 87ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയാണ്? ചന്ദ്രനിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയാണ്? എത്രയാ? ഓപ്ഷൻ സി ആണ് 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ്. 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ചന്ദ്രനിൽ നിന്നുള്ള പാലായന പ്രവേഗം. എത്രയാ? 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 88ാമത്തെ ചോദ്യം, സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ ബി ആണ്, ഐസക് ന്യൂട്ടൺ ആണ്. അല്ലെ, ഐസക് ന്യൂട്ടൺ ആണ്. 89ാമത്തെ ചോദ്യം, ആകാശഗോളത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം എത്രയാണ്? ആകാശഗോളത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം ഏതാ? ഓപ്ഷൻ ബി ആണ്, പാലായന പ്രവേഗമാണ്. ഓപ്ഷൻ ബി, പാലായന പ്രവേഗം. 90ാമത്തെ ചോദ്യം, പ്രതിഫലന ദൂരദർശിനി ആദ്യമായിട്ട് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രതിഫലന ദൂരദർശിനി ആദ്യമായിട്ട് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാ? ഓപ്ഷൻ സി ആണ്, ഐസക് ന്യൂട്ടൺ ആട്ടോ. ഓപ്ഷൻ സി, ഐസക് ന്യൂട്ടൺ ആണ്. 91, ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയാണ്? ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയാ? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അല്ല, ഓപ്ഷൻ എ ആണ്, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 92, കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ഓപ്ഷൻ ഡി ആണ്, ഐസക് ന്യൂട്ടൺ ആണ്. അല്ലെ, കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ഐസക് ന്യൂട്ടൺ ആണ്. 93ാമത്തെ ചോദ്യം, ഏറ്റവും കൂടിയ പാലായന പ്രവേഗമുള്ള എന്തിനാണ്? തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗം ഏതിനാ? സൂര്യനാണ്. അല്ലെ, ഓപ്ഷൻ സി ആണ്, സൂര്യനാണ്. 94, ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം ഏതാ? ഗ്രഹം ചോദിച്ചാൽ വ്യാഴമാട്ടോ. ഓപ്ഷൻ എ ആണ്, വ്യാഴമാണ്. 95, ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്, ഐസക് ന്യൂട്ടൺ ആണ്. അല്ലെ, ഐസക് ന്യൂട്ടൺ ആണ് ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ഐസക് ന്യൂട്ടൺ. 96, ജിയുടെ മൂല്യം ആദ്യമായിട്ട് പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജിയുടെ മൂല്യം ആദ്യമായിട്ട് പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഹെൻറി കാവൻഡിഷ്. അല്ലെ, ഹെൻറി കാവൻഡിഷ്. 97, സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം ഏതാണ്? സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം എന്താ? ഹൂക്സ് നിയമമാണ്. അല്ലെ, ഓപ്ഷൻ സി ആണ്, ഹൂക്സ് നിയമം. 98, ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഭാരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി ആണ്, സ്പ്രിംഗ് ത്രാസ് ആണ്. ഓപ്ഷൻ സി, സ്പ്രിംഗ് ത്രാസ്. ഭാരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? സ്പ്രിംഗ് ത്രാസ്. 99, ഒരു വസ്തുവിന് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ്? ഒരു വസ്തുവിന് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ്? എത്രയാ? ഭൂമിയിലെ ഭാരത്തിന്റെ 1/6 ആയിരിക്കും. അല്ലെ, ഭൂമിയിലെ ഭാരത്തിന്റെ 1/6 ആയിരിക്കും. ഇനി 100ാമത്തെ ചോദ്യം, ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം എത്രയാണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം എത്രയാണ്? എത്രയാ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം? ഓപ്ഷൻ ഡി ആണ്, 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. 101ാമത്തെ ചോദ്യം, ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം എത്രയാണ്? ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? 0 ആണ്. അല്ലെ, ഭൂകേന്ദ്രത്തിൽ എത്രയാ? വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. 102ാമത്തെ ചോദ്യം, ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണ ബലം കാരണം സമുദ്രത്തിലെ ജലം ചന്ദ്രന് അഭിമുഖമായിട്ട് ഉയരുന്ന പ്രതിഭാസം ഏതാണ്? ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണ ബലം കാരണം സമുദ്രത്തിലെ ജലം ചന്ദ്രന് അഭിമുഖമായിട്ട് ഉയരുന്ന പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് വേലിയേറ്റം എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ്, വേലിയേറ്റം. 103, ഗുരുത്വാകർഷണ സ്ഥിരാങ്ക മൂല്യം ആദ്യമായിട്ട് പരീക്ഷണത്തിലൂടെ നിർണയിച്ച വ്യക്തി ആരാണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം ആദ്യമായിട്ട് പരീക്ഷണത്തിലൂടെ നിർണയിച്ച വ്യക്തി
ആരാ? ഓപ്ഷൻ ഡി ആണ് ഹെൻറി കാവൻഡിഷ് അല്ലെ, ഹെൻറി കാവൻഡിഷ് ആണ്. 104 ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ ഡി ആണ് ഐസക് ന്യൂട്ടൺ ആണ്. ഇനി ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പറയുന്ന പേരെന്താ? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ സി മാസ് അല്ലെ, മാസ് ആണ്. ഇനി 106 ചോദ്യം, ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം ഏതാണ്? ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം ഏതാണ്? ഏതാ? ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഓപ്ഷൻ സി ഭൂഗുരുത്വാകർഷണ ബലം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ഏത്? ഭൂഗുരുത്വാകർഷണ ബലം. 107 ചോദ്യം, മോട്ടോർ വാഹനങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയവ 2 അഗ്രങ്ങളിലേക്കും വണ്ണം കുറഞ്ഞ് കൂർത്തിരിക്കുന്നതിന് കാരണം എന്താണ്? ചില വാഹനങ്ങൾ എടുത്താൽ നിങ്ങൾക്കറിയാം, എല്ലാ വാഹനം എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും? ഫ്രണ്ടിലോട്ട് ചെറിയൊരു കർവ് ഉണ്ടാവും അല്ലേ, ഇങ്ങനെ ഉണ്ടാവില്ലേ? ഒരു ഫ്രണ്ട് ഇതായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. ഏകദേശ വാഹനത്തിന് ഫ്രണ്ട് എന്തായിരിക്കും? ഇച്ചിരി കൂർത്തിട്ടുണ്ടാവും. അതെന്തുകൊണ്ടായിരിക്കും? അത് ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ടാണ്. 108 ചോദ്യം, അഭികേന്ദ്ര ബലത്തിന് തുല്യവും നേർവിപരീത ദിശയിൽ അനുഭവപ്പെടുന്നതുമായ ബലം ഏതാണ്? അഭികേന്ദ്ര ബലത്തിന് തുല്യവും നേർവിപരീത ദിശയിൽ അനുഭവപ്പെടുന്നതുമായ ബലം ഏതാണ്? ഓപ്ഷൻ ബി ആണ് അപകേന്ദ്ര ബലമാണ്. ഓപ്ഷൻ ബി ആണ് അപകേന്ദ്ര ബലമാണ്. 109 ചോദ്യം, പരുക്കൻ ഉപരിതലങ്ങളുടെ ഘർഷണം കുറക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? പരുക്കൻ ഉപരിതലങ്ങളുടെ ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഏതാ? മിനുസപ്പെടുത്തലാട്ടോ. ഓപ്ഷൻ എ ആണ് മിനുസപ്പെടുത്തല്. 110 ചോദ്യം, വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം എന്താണ്? വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. 111 ചാർജ് ചെയ്ത ഒരു വസ്തുവിന്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെ പറയുന്നത് എന്താണ്? ചാർജ് ചെയ്ത ഒരു വസ്തുവിന്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെ പറയുന്നത് എന്താ? ഓപ്ഷൻ സി ആണ് സ്ഥിത വൈദ്യുത പ്രേരണമാട്ടോ. സ്ഥിത വൈദ്യുത പ്രേരണം. 112 ചോദ്യം, സ്ഥിത വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏതാണ്? സ്ഥിത വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ് ഇലക്ട്രോസ്കോപ്പ് ആണ് കേട്ടോ. ഇലക്ട്രോസ്കോപ്പ്. സ്ഥിത വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇത്, ഇലക്ട്രോസ്കോപ്പ്. 113 അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂസിൽ സ്പൈക്സ് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണം എന്താണ്? അത്ലറ്റുകൾ ഷൂസ് സ്പൈക്സ് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണം എന്താണ്? എന്താ? ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. 114 ഘർഷണം കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതാണ്? ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതാ? ഓപ്ഷൻ എ ആണ് സ്നേഹകങ്ങളാണ് അല്ലെ, സ്നേഹകങ്ങളാണ്. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ബലം ഏതാണ്? മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ബലം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ് സ്ഥിത വൈദ്യുത ബലമാണ് അല്ലെ, സ്ഥിത വൈദ്യുത ബലമാണ്. 116 പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് ഏതായിരുന്നു? പാകിസ്ഥാൻ പാർലമെന്റ് അല്ലെ, പാകിസ്ഥാൻ പാർലമെന്റ് ആണ്. ഇനി 117 പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാ? ന്യൂക്ലിയർ ബലമാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ന്യൂക്ലിയർ ബലം. 118 ഘർഷണം കുറക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ പറയുന്നത് എന്താണ്? ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കളുടെ ആകൃതിയിൽ മാറ്റം വരുത്തുന്ന രീതിയെ പറയുന്നത് എന്താ? ധാരാരേഖിതമാക്കലാണ്. ഓപ്ഷൻ ഡി ആണ് ധാരാരേഖിതമാക്കല്. ഇനി ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? ഏതാ? ഗ്രാഫൈറ്റ് ആണ് അല്ലെ, ഗ്രാഫൈറ്റ്. എന്തിനായിരുന്നു സ്നേഹകങ്ങൾ ഉപയോഗിക്കുന്നത്? ഘർഷണം കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഏത്? സ്നേഹകങ്ങൾ. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഏത്? ഗ്രാഫൈറ്റ്. 120 ചോദ്യം, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാ? ഭൂഗുരുത്വാകർഷണ ബലമാണ് അല്ലെ, ഭൂഗുരുത്വാകർഷണ ബലമാണ്. 121 ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച രാജ്യം? ഇത് വേണ്ട, ഇത് ക്യാൻസൽ ആണ് ക്വസ്റ്റ്യൻ.
122ാമത്തെ ചോദ്യം, ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാണ്? തന്നിരിക്കുന്നതിൽ ചലനവുമായിട്ട് ബന്ധപ്പെട്ട ബലം ഏതാ? ഓപ്ഷൻ എ ആണ് യാന്ത്രിക ബലമാട്ടോ. ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം. 123, ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈനാ? ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡൈന? ഓപ്ഷൻ എ ആണ് 10⁵ ഡൈനാണ് എന്ത് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. 124, ബലത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ CGS യൂണിറ്റ് എന്താ? ഡൈനാണ് അല്ലെ. ബലത്തിന്റെ CGS യൂണിറ്റ് ആണ് എന്ത്? ഡൈന്. ഇനി ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം നമുക്കറിയാം ഏതാ? നെടുമ്പാശ്ശേരിയാണ്. 126ാമത്തെ ചോദ്യം, ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. 127ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ബലത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ SI യൂണിറ്റ് എന്താ? ബലത്തിന്റെ SI യൂണിറ്റ് ഓപ്ഷൻ ബി ആണ് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ SI യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്.